ഇത് ഓക്കെ. ഡൈവെസ്റ്റിറ്റ്യൂർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോർപ്പറേറ്റ് റീസ്ട്രക്ചറിംഗിൽ വരുന്ന ഒരു കാര്യമാണ്. അതെന്ന് വെച്ചാൽ കോർപ്പറേറ്റ് റീസ്ട്രക്ചറിംഗിൽ മെർജറുകൾ മാത്രമല്ല, അത് കൂടാതെ ഡൈവെസ്റ്റിറ്റ്യൂർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിന്റെ വാല്യൂ കൂട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുന്ന റിട്ടേൺസ് ഒക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്നെങ്കിൽ നമ്മുടെ കമ്പനി പാർട്ടായിട്ട് ലിക്വിഡേറ്റ് ചെയ്യും, അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ലിക്വിഡേറ്റ് ചെയ്യും. അങ്ങനെ നമ്മുടെ കമ്പനീന്റെ പ്രോസസ്സ് സെല്ല് ചെയ്യോ അല്ലെങ്കിൽ ഡിസ്പോസ് ചെയ്യോ ഒക്കെ ചെയ്യുന്നതിന്, നമ്മുടെ അസറ്റുകൾ ഡിസ്പോസ് ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നതിനെയാണ് ഡൈവെസ്റ്റിറ്റ്യൂർ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇപ്പൊ നമ്മുടെ കമ്പനിയില് ഇപ്പോ കംപ്ലീറ്റ് പ്രോസസ് ഉള്ള ഒരു കമ്പനിയാണെന്ന് വിചാരിക്കാം. അതായത് ABC അങ്ങനെ ഒരു 3 പാർട്ട് ഉണ്ടെന്ന് വിചാരിക്കാം. ഇപ്പൊ അതില് നമ്മൾ അപ്പൊ നമ്മളൊരു കമ്പനി ടോട്ടലായിട്ട് വരുമ്പോൾ എല്ലാ സെഗ്മെന്റും ഇമ്പോർട്ടന്റ് ആണല്ലോ. അതായത് എന്ന് പറയുന്ന ഒരു സെഗ്മെന്റ് ഇപ്പൊ മാനുഫാക്ചറിങ് ഉണ്ട്, പിന്നെ പാക്കിംഗ് ഉണ്ട്, അല്ലെങ്കിൽ അങ്ങനെ എന്താ പറയാ, പിന്നെ റോ മെറ്റീരിയൽസ് പ്രൊഡ്യൂസ്, ഇങ്ങനെ 3 സെക്ഷൻ ഉണ്ടെങ്കിൽ ഇപ്പം ഇത് 3ഉം കൂടെ കൂടിയതായിരിക്കും അല്ലെ കമ്പനി. സോ ഇപ്പം ഈ രണ്ടെണ്ണത്തിൽ പ്രോഫിറ്റ് ആണ്. അതായത് മാനുഫാക്ചറിങ്ങിലും പാക്കിങ്ങിലും മാനുഫാക്ചറിങ്ങിലും പ്രോഫിറ്റ്, ആ സെഗ്മെന്റിൽ പ്രോഫിറ്റ് ആണ്. പക്ഷെ റോ മെറ്റീരിയൽ അക്യൂർ ചെയ്യുന്ന സെഗ്മെന്റ് ഭയങ്കര ലോസ് ആണ്. അതായത് ഭയങ്കര ലോസ് ആണ് എങ്കിൽ നമ്മുടെ കമ്പനിയുടെ ഓവറോൾ നോക്കുമ്പോൾ കമ്പനി ലോസിലായിരിക്കില്ലേ? അതായത് കമ്പനിക്ക് 3-4 ഡിവിഷൻ ഉണ്ട്, അതായത് സെഗ്മെന്റ്സ് ഉണ്ട്. ആ സെഗ്മെന്റില് ഒരു സെഗ്മെന്റിന് ഭയങ്കരമായ ലോസ് ആണ് എങ്കിൽ ഓവറോൾ കമ്പനി ലോസിലായിരിക്കില്ലേ വരുന്നത്? അങ്ങനെ വരുമ്പോൾ നമ്മുടെ കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിന്, അതായത് ഷെയർ ഹോൾഡേഴ്സിന്റെ ഷെയറിന്റെ ഒക്കെ വാല്യൂ എന്ന് പറയുന്നത് കുറവായിരിക്കും. കാരണം കമ്പനി ലോസിലാണ്. ലോസ് ഉള്ള കമ്പനി ഇൻവെസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ലോസ് ഉള്ള കമ്പനിയുടെ ഷെയർ വാങ്ങാനോ ആരെങ്കിലും നിൽക്കുവോ? നിക്കത്തില്ല. അതുകൊണ്ട് തന്നെ കമ്പനി ലോസിലായിരിക്കും. അപ്പം ഡൈവെസ്റ്റിറ്റ്യൂർ എന്ന് ഉദ്ദേശിക്കുന്നത് വേറൊന്നുമല്ല, നമ്മുടെ കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിന് വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ലോസ് ആയിരിക്കുന്ന, ഇപ്പൊ 3 ഡിവിഷൻ ഉണ്ട്, അതൊരു ഡിവിഷൻ ലോസ് ആണെങ്കിൽ ഒന്നെങ്കിൽ അത് സെപ്പറേറ്റ് കമ്പനി ആക്കി മാറ്റും, അല്ലെങ്കിൽ അതിനെ വിറ്റ് കളയും. ഇതിനെയാണ് നമ്മൾ ഡൈവെസ്റ്റിറ്റ്യൂർ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, അതിന്റെ മെത്തേഡ്സ് ആണ് പറയുന്നത്. ഡൈവെസ്റ്റിറ്റ്യൂർ ചെയ്യുന്ന മെത്തേഡ്സ് ആണ്. ഒന്ന് വോളണ്ടറി കോർപ്പറേറ്റ് ലിക്വിഡേഷൻ. അതായത് ഇപ്പൊ കമ്പനിയുടെ ക്യാഷ് ഫ്ലോസ്, കമ്പനിക്ക് കിട്ടുന്ന ക്യാഷ് ഫ്ലോസ് വളരെ കുറവാണ്. അതിലും നല്ലത് കമ്പനിയുടെ അസറ്റുകൾ സെയിൽ ചെയ്യുവാണെങ്കിൽ അതിലും എമൗണ്ട് കിട്ടും. അതായത് കമ്പനിക്ക് കിട്ടുന്ന ഓരോ മാസവും മന്ത്ലി ഒക്കെ കിട്ടുന്ന ക്യാഷ് ഫ്ലോസ് വളരെ കുറവാണ്, അതായത് ഇൻകം വളരെ കുറവാണ്. അപ്പം കമ്പയർ ചെയ്യുമ്പം കമ്പനി വിറ്റ് പോകുവാണെങ്കിലാണ് അതിൽ ലാഭകരം. അങ്ങനെ ഉണ്ടെങ്കിൽ കമ്പനി എന്ത് ചെയ്യും? വിറ്റ് പോകും. അതിനെയാണ് വോളണ്ടറി, അതായത് കമ്പനി തന്നെ നോക്കും, കമ്പനിയുടെ വരുന്ന എക്സ്പെക്ട് ചെയ്യുന്ന, അതായത് ഈ അസറ്റിൽ നിന്ന് കിട്ടുന്ന ക്യാഷ് ഫ്ലോസ് നോക്കും. ആ ക്യാഷ് ഫ്ലോസിനേക്കാളും ലാഭം ഈ അസറ്റ് വിറ്റ് കിട്ടുന്ന ക്യാഷ് ആണെങ്കിൽ കമ്പനി എന്ത് ചെയ്യും? വോളണ്ടറി ആയിട്ട് അത് വിൽക്കും. ഓക്കെ, മനസ്സിലായോ? ഇതിനെയാണ് നമ്മൾ വോളണ്ടറി കോർപ്പറേറ്റ് ലിക്വിഡേഷൻ എന്ന് പറയുന്നത്. ഇനി പാർഷ്യൽ സെൽ ഓഫ് അസറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ കമ്പനിയുടെ ഏതെങ്കിലും ഒരു അസറ്റ്, ഒരസറ്റിൽ നിന്ന് നമുക്ക് ക്യാഷ് ഫ്ലോ കുറവാണ്, അല്ലെങ്കിൽ ഭയങ്കര ലോസ് ആണ്. അതുകൊണ്ട് ബാക്കിയുള്ള അസറ്റിൽ നിന്ന് കിട്ടുന്ന ക്യാഷ് ഫ്ലോസും കൂടെ നെഗറ്റീവ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാ, കംപ്ലീറ്റ് നോക്കുമ്പോൾ ലോസ് വരും. അങ്ങനെ ഉള്ളപ്പം ഇറ്റ്സ് ബെറ്റർ ആ നെഗറ്റീവ് ക്യാഷ് ഫ്ലോ തരുന്ന അസറ്റുകൾ വിറ്റ് പോവുക. ഓക്കെ, അല്ലെങ്കിൽ കമ്പനിയുടെ എന്താ പറയാ, ക്യാഷ് ഫ്ലോ പോസിറ്റീവ് ആക്കാൻ വേണ്ടി പാർഷ്യൽ ആയിട്ട്, കംപ്ലീറ്റ് ആയിട്ട് അസറ്റ് അല്ല, പാർഷ്യൽ ആയിട്ട് അസറ്റ് സെല് ചെയ്യുക. ഇതിനാണ് പാർഷ്യൽ സെൽ ഓഫ് അസറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഇനി വരുന്നത് കോർപ്പറേറ്റ് സ്പിൻ ഓഫും സ്പിൻ ഓഫും ഒക്കെ സെയിം ആണ്. കോർപ്പറേറ്റ് സ്പിൻ ഓഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പാർഷ്യൽ ആയിട്ട് അസറ്റ് സെല് ചെയ്യുന്നത് പോലെ തന്നെയാണ്. പക്ഷെ ഈ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് അതായത്
നമ്മൾ ക്യാഷിന് സെക്യൂരിറ്റീസ് കൊടുക്കുകയല്ല, പകരം ഷെയർ ഇഷ്യൂ ചെയ്യുവാണ് ചെയ്യുന്നത്. അതായത് നമ്മുടെ കമ്പനിയുടെ ഒരു ഡിവിഷൻ, ഇപ്പം ABC എന്ന് പറയുന്ന ഒരു ഡിവിഷൻ ഉണ്ട്. സി എന്ന് പറയുന്ന ഡിവിഷൻ ലോസ് ആണെങ്കിൽ സിയെ നമ്മൾ എന്ത് ചെയ്യും, സെപ്പറേറ്റ് ഒരു എൻറ്റിറ്റി ആക്കി മാറ്റും. എന്നിട്ട് ആ എൻറ്റിറ്റിയുടെ ഷെയർ നമ്മുടെ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് പ്രോറാറ്റ, അതായത് അവരവർ എത്രയാണോ ഷെയർ കമ്പനികളിൽ ഓൺ ചെയ്തിരിക്കുന്നത് അതിന്റെ പ്രോറാറ്റ ബേസിസിൽ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കും. ഇതിനെയാണ് കോർപ്പറേറ്റ് സ്പിൻ ഓഫ് എന്ന് പറയുന്നത്. അതായത് അൾട്ടിമേറ്റ് ആയിട്ട് കമ്പനിയുടെ ഓണേഴ്സ് എന്ന് പറയുന്നത് ഇവർ തന്നെയായിരിക്കും, പക്ഷെ ആ ഡിവിഷൻ ഒരു സെപ്പറേറ്റ് കമ്പനി ആയിട്ട് പ്രവർത്തിക്കും. ക്ലിയർ ആയോ? ഇതിനെയാണ് നമ്മൾ കോർപ്പറേറ്റ് സ്പിൻ ഓഫ് എന്ന് പറയുന്നത്. ഇനി വന്നിട്ട് ഇക്വിറ്റി കാർവ് ഔട്ട്. ഇക്വിറ്റി കാർവ് ഔട്ട് എന്ന് പറഞ്ഞാൽ സെയിം കാര്യമാണ്, പക്ഷെ സംഭവിക്കുന്നത് എന്താന്ന് വെച്ചാൽ നമ്മൾ ഇൻസ്റ്റെഡ് ഓഫ് നമ്മുടെ ഷെയർ ഹോൾഡേഴ്സ്, എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് ഷെയർ ഇഷ്യൂ ചെയ്യുന്നതിന് പകരം ഈ ഷെയർസ് നമ്മൾ പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യും. ഒരു പാർട്ട് പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യും. അതിനെയാണ് നമ്മൾ ഇക്വിറ്റി കാർവ് ഔട്ട് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? സ്പിൻ ഓഫ് നമ്മൾ ഓൾറെഡി പറഞ്ഞ സംഭവം തന്നെയാണ്. സ്പിൻ ഓഫ് എന്ന് പറഞ്ഞാൽ സെയിം കാര്യം തന്നെയാണ്. ഇനി ട്രാക്കിംഗ് സ്റ്റോക്ക്. ട്രാക്കിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനി ഒരു ട്രാക്കിംഗ് സ്റ്റോക്ക് ഇഷ്യൂ ചെയ്യും. ട്രാക്കിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓരോ ഡിവിഷന്റെയും പെർഫോമൻസുമായിട്ട് ടൈപ്പ് ചെയ്ത സ്റ്റോക്ക് ആയിരിക്കും ട്രാക്കിംഗ് സ്റ്റോക്ക്. അതായത് ഇപ്പൊ ഡിവിഷന്റെ പെർഫോമൻസ് കുറവാണെങ്കിൽ ആ സ്റ്റോക്കിന്റെ വാല്യൂ കുറവായിരിക്കും. അല്ല ഡിവിഷന്റെ പെർഫോമൻസ് കൂടുതലാണെങ്കിൽ അതിന്റെ വാല്യൂ കൂടുതലായിരിക്കും. സോ നമ്മൾ ട്രാക്കിംഗ് സ്റ്റോക്കുകൾ ഇഷ്യൂ ചെയ്യും. ക്ലിയർ ആയോ? ട്രാക്കിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ കമ്പനിയുടെ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഡിവിഷന്റെ പെർഫോമൻസുമായിട്ട് റിലേറ്റഡ് ആയിരിക്കും. അതായത് പെർഫോമൻസിനനുസരിച്ചിരിക്കും ആ ട്രാക്കിംഗ് സ്റ്റോക്കിന്റെ വാല്യൂ. ഓക്കെ, ക്ലിയർ ആയോ? അടുത്തത് എഫക്ട് ഓഫ് ഡൈവെസ്റ്റിറ്റ്യൂർ ഓൺ ഷെയർ ഹോൾഡേഴ്സ് വാല്യൂ. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. അതായത് കമ്പനി ഡൈവെസ്റ്റിറ്റ്യൂസ് നടത്തുമ്പോൾ ഷെയർ ഹോൾഡേഴ്സിന് എന്താ ബെനിഫിറ്റ്? ഡൈവെസ്റ്റിറ്റ്യൂർ നടത്താനുള്ള കാരണം തന്നെ എന്തിനാ? ഷെയർ ഹോൾഡറിന്റെ വെൽത്ത് അല്ലെങ്കിൽ വാല്യൂസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയാണ്. നമ്മൾ ഓക്കെ എന്തായിരുന്നു പറഞ്ഞത്? ഷെയർ ഹോൾഡറിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഡൈവെസ്റ്റിറ്റ്യൂർ എന്ന് പറയുന്നത് അഡോപ്റ്റ് ചെയ്യുന്നത് തന്നെ. സോ നമ്മൾ വോളണ്ടറി ആയിട്ട്, അതായത് ലിക്വിഡേറ്റ് ചെയ്യുവാണെങ്കിൽ അതിൽ നിന്ന് അസറ്റിൽ നിന്ന് വരുന്ന ഗെയിൻ ഒക്കെ ഷെയർ ഹോൾഡേഴ്സിന് കിട്ടും. പിന്നെ നമ്മൾ ഈ സെൽ ഓഫ് ചെയ്യുന്ന ലിക്വിഡേറ്റ് ഒക്കെ ചെയ്യുന്നത് മെയിൻലി നമ്മുടെ കമ്പനിക്ക് പ്രോഫിറ്റബിൾ അല്ലാത്ത ഡിവിഷൻസ് ആയിരിക്കുമല്ലോ. സോ നമ്മുടെ കമ്പനി ടോട്ടലായിട്ട് പ്രോഫിറ്റബിൾ ആകും. അത് ഷെയർ ഹോൾഡറിന്റെ ഷെയർസിന്റെ വാല്യൂ കൂട്ടും. അൾട്ടിമേറ്റ് ആയിട്ട് വന്ന ഷെയർ ഹോൾഡേഴ്സിന്റെ വെൽത്ത് കൂട്ടും. ക്ലിയർ ആയല്ലോ? ഇനി ഓണർഷിപ്പ് റീസ്ട്രക്ചറിങ്. ഓണർഷിപ്പ് റീസ്ട്രക്ചറിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് മെർജ് ഒക്കെ ചെയ്യുന്നതിന് പകരം മെർജ് എന്നൊരു ഇത് ചെയ്യാതെ എങ്ങനെയാണ് നമുക്ക് ഇതിന്റെ ഓണർഷിപ്പ് സ്ട്രക്ചർ മാറ്റാൻ പറ്റുക എന്നാണ്. ഒന്നാമത്തത് ഗോയിങ് പ്രൈവറ്റ്. ഗോയിങ് പ്രൈവറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, പബ്ലിക്കലി ഓൺഡ് ആയ ഒരു കമ്പനീനെ നമ്മൾ പ്രൈവറ്റ്ലി ഓൺഡ് കമ്പനി ആക്കുന്നു. അതിന് ഇത്രയേ ചെയ്യുന്നുള്ളൂ, ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻവെസ്റ്റേഴ്സ് ഒരുമിച്ച് ഒരു പബ്ലിക് കമ്പനിയുടെ ഷെയർസ് വാങ്ങുന്നു. ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻവെസ്റ്റേഴ്സ്, അതായത് അവര് ഇന്റർ റിലേറ്റഡ് ആയ ഇൻവെസ്റ്റേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ അവർ ഒരുമിച്ച് ആ കമ്പനിയുടെ ഷെയർ വാങ്ങുന്നു. അങ്ങനെ ആ കമ്പനിയുടെ ലാർജ് ഓണർഷിപ്പ് ഇവരുടെ കയ്യിലാകുന്നു. സോ ഇവരെന്താകും? സോ ആ കമ്പനി പ്രൈവറ്റ് ഓൺഡ് കമ്പനിയായി മാറും. ഓക്കെ, ഇതാണ് ഗോയിങ് പ്രൈവറ്റ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. ഇനി ലിവറേജ്ഡ് ബൈ ഔട്ട്. ലിവറേജ്ഡ് ബൈ ഔട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് നമ്മൾ ഒരു കമ്പനി പർച്ചേസ് ചെയ്യാണ്. നമ്മൾ കമ്പനി പർച്ചേസ് ചെയ്യുമ്പോൾ കംപ്ലീറ്റ് ക്യാഷ് ഉപയോഗിച്ച് പർച്ചേസ് ചെയ്യുന്നതിന് പകരം ഡെപ്റ്റ് ഇഷ്യൂ ചെയ്ത് ഡെപ്റ്റിൽ നിന്ന് കിട്ടുന്ന ക്യാഷ് ഉപയോഗിച്ച് കമ്പനി പർച്ചേസ് ചെയ്യും. അതിനെയാണ് ലിവറേജ്ഡ് ബൈ ഔട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ?
ഓക്കെ. അപ്പൊ ഈ ഡെപ്റ്റ് ഇഷ്യൂ ചെയ്യുമ്പോൾ ഈ ഡെപ്റ്റിന് കൊളാട്രൽ ആയിട്ട് വെച്ചിരിക്കുന്നത് ഈ കമ്പനി ആയിരിക്കും. നമ്മൾ ഈ കമ്പനിയുടെ കാര്യം പറഞ്ഞുകൊണ്ടാണ് ഈ ഡെപ്റ്റ് ഇഷ്യൂ ചെയ്യുന്നത്. എന്നിട്ട് ആ പൈസ ഉപയോഗിച്ച് നമ്മൾ ഈ കമ്പനി വാങ്ങുന്നു. അതിനെയാണ് ലിവറേജ്ഡ് ബൈ ഔട്ട് എന്ന് പറയുന്നത്. പിന്നെ മാനേജ്മെന്റ് ബൈ ഔട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കമ്പനി അതിന്റെ മാനേജ്മെന്റ് ആണ് വാങ്ങുന്നത് എങ്കിൽ അതിനെയാണ് നമ്മൾ MBO അല്ലെങ്കിൽ മാനേജ്മെന്റ് ബൈ ഔട്ട് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി ഇതൊന്നും വേണ്ടല്ലോ, ഇതൊന്നും നമ്മൾ എടുക്കുന്നില്ലല്ലോ, ബാങ്ക്രപ്സി ഒന്നും വേണ്ട. പിന്നെ പറയുന്നത് ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ അപ്രോച്ച് ടു വാല്യൂയിങ് എ ബിസിനസ്. ബിസിനസ് വാല്യുവേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് നമ്മൾ ഈ മെർജ് ഒക്കെ ചെയ്യുമല്ലോ, മെർജ് ചെയ്യുകയും അല്ലെങ്കിൽ അക്വിസിഷൻ ഒക്കെ ചെയ്യുമല്ലോ. അപ്പൊ അക്വിസിഷൻ ഒക്കെ നടത്തുമ്പോൾ ഒരു കമ്പനി മറ്റൊരു കമ്പനീനെ അക്വയർ ചെയ്യണമെങ്കിൽ അത് ഒരു വാല്യൂലായിരിക്കുമല്ലോ, ഒരു എമൗണ്ടിനായിരിക്കുമല്ലോ അക്വയർ ചെയ്യുന്നത്. ആ എമൗണ്ട് എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കുക. അതിനെയാണ് നമ്മൾ വാല്യൂയിങ് എ ബിസിനസ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? ഓക്കെ. സോ നമ്മൾ ഒരു കമ്പനിയെ വാല്യൂ ചെയ്യുമ്പോൾ നമ്മൾ എടുക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഫ്യൂച്ചറിൽ കിട്ടുന്ന ക്യാഷ് ഫ്ലോയ്ക്ക് അനുസരിച്ചായിരിക്കുമല്ലോ ഒരു കമ്പനിയുടെ വാല്യൂ. അതായത് ഈ സാധനം വാങ്ങിയാൽ നമുക്ക് എന്ത് ബെനിഫിറ്റ് കിട്ടും അതനുസരിച്ചായിരിക്കും നമ്മൾ ഒരു സാധനം വാങ്ങുന്നത്, അല്ലെ? ഓക്കെ. സോ ഒരു കമ്പനി ഏറ്റെടുക്കുമ്പോൾ ആ കമ്പനിയിൽ നിന്ന് എത്ര റിട്ടേൺ കിട്ടാൻ, ഫ്യൂച്ചറിൽ എത്ര റിട്ടേൺ കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് നോക്കിയിട്ടാണ് നമ്മൾ ഒരു കമ്പനി ഏറ്റെടുക്കുന്നത്. ഓക്കെ. സോ നമ്മൾ എന്തായിരിക്കും നോക്കേണ്ടത്? കിട്ടാൻ പോകുന്ന ക്യാഷ് ഫ്ലോ ആണ് നോക്കേണ്ടത്. സോ എക്സ്പെക്റ്റഡ് ഫ്രീ ക്യാഷ് ഫ്ലോ ആണ് നമ്മൾ നോക്കേണ്ടത്. അതായത് കിട്ടാൻ പോകുന്ന ക്യാഷ് ഫ്ലോസ് ആണ് നോക്കേണ്ടത്. ഓക്കെ. സോ ഫ്രീ ക്യാഷ് ഫ്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ക്യാഷ് ഫ്ലോസ് കാണുമ്പോൾ ക്യാഷ് ഫ്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം ഡിഡക്റ്റ് ചെയ്തതായിരിക്കുമല്ലോ. പക്ഷെ ഫ്രീ ക്യാഷ് ഫ്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് ഡിഡക്റ്റ് ചെയ്യാതെ ടാക്സ് ഡിഡക്ട് ചെയ്തിരിക്കണം, അതുപോലെ തന്നെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും ഡിഡക്ട് ചെയ്തിരിക്കണം. ഫ്രീ ക്യാഷ് ഫ്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ്, ആഫ്റ്റർ ടാക്സ് ആൻഡ് ആഫ്റ്റർ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ഇതാണ് ഫ്രീ ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? സോ ഫ്രീ ക്യാഷ് ഫ്ലോ എങ്ങനെ കാണുന്നതെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതായത് EBIT ഇൻറ്റു 1 - ടാക്സ് റേറ്റ്. അപ്പൊ നമുക്ക് ടാക്സ് കഴിഞ്ഞുള്ള ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് കിട്ടും, അല്ലെ? EBIT ഇൻറ്റു 1 - ടാക്സ് റേറ്റ് ചെയ്യുമ്പോൾ ഏർണിങ്സ് കഴിഞ്ഞിട്ടുള്ള, അതായത് ഇൻട്രസ്റ്റും ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആഫ്റ്റർ ടാക്സ് കിട്ടും. ഇനി അതിൽ നിന്ന് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചേഴ്സ് മൈനസ് ചെയ്യണം. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ മൈനസ് ചെയ്യുമ്പോൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ മൈനസ് അതിന്റെ ഡിപ്രീസിയേഷൻ, ആ എമൗണ്ട് ആണ് മൈനസ് ചെയ്യേണ്ടത്. ഇനി വരുന്നത് നോൺ ക്യാഷ് കോമ്പണൻസ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. അതായത് ക്യാഷ് ആയിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് പോകാത്ത വർക്കിംഗ് ക്യാപിറ്റൽ. ഇതിൽ നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇതിന് പ്രോബ്ലംസ് ഒന്നും വരില്ല. ഈ പോർഷൻ ഞാൻ ഇതുവരെ ക്വസ്റ്റ്യൻസ് ഒന്നും, അതായത് ഒരിടത്തും ക്വസ്റ്റ്യൻസ് ഒന്നും കണ്ടിട്ടില്ല. ബട്ട് ഇത് സ്കിപ്പ് ചെയ്യേണ്ടെന്ന് ഓർത്താണ് ഇത് പറയുന്നത്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇത് എന്ത് ചെയ്യും എന്നോർത്ത് ഇത് അങ്ങനെ വിചാരിക്കണ്ട കേട്ടോ. സോ നോൺ ക്യാഷ് വർക്കിംഗ് ക്യാപിറ്റൽ, അതായത് വർക്കിംഗ് ക്യാപിറ്റൽ ഡിക്രീസ് ചെയ്യുവാണെങ്കിൽ അതിനെ ആഡ് ചെയ്യുക, ഇൻക്രീസ് ചെയ്യുവാണെങ്കിൽ അതിനെ മൈനസ് ചെയ്യുക. ഇതാണ് ഫ്രീ ക്യാഷ് ഫ്ലോ കണ്ടെത്താനുള്ള ഇക്വേഷൻ. ഓക്കെ. അതായത് ഏർണിങ്സ് ഫ്രീ ക്യാഷ് ഫ്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആണ്, ബട്ട് ആഫ്റ്റർ ടാക്സും ആഫ്റ്റർ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും ആണ്. ഇതാണ് നമുക്ക് ഫ്യൂച്ചറിൽ കിട്ടാൻ സാധ്യതയുള്ള ക്യാഷ് ഫ്ലോ ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത്. ഓക്കെ. ഇനി പറയുന്നത് റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ. അത് ഞാൻ പറയേണ്ട ആവശ്യമുണ്ടോ? റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ എന്താ? അതായത് ഒരാൾ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ അയാൾക്ക് കിട്ടേണ്ട മിനിമം റിട്ടേണിനെയാണ് നമ്മൾ റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത്. ഇത് ഓൾറെഡി പറഞ്ഞിട്ടുള്ളതല്ലേ. ക്യാപിറ്റൽ അസറ്റ് പ്രൈസിംഗ് മോഡൽ ഞാൻ ഇനി എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ?
ഇനി വരുന്നത് എക്സ്പെക്ടഡ് ഗ്രോത്ത് റേറ്റ്. ശരിക്കും പറഞ്ഞാൽ ഇത് ശരിക്കും ഒരു ഇമ്പോർട്ടന്റ് ആയ പോർഷൻ ഒന്നും അല്ല. ഓക്കെ, സോ എക്സ്പെക്ടഡ് ഗ്രോത്ത് റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോയുടെ പ്രസന്റ് വാല്യൂ കാണുക. അതായത് ഫ്യൂച്ചറിൽ കിട്ടാവുന്ന ക്യാഷ് ഫ്ലോയ്ക്ക് ഇപ്പൊ എത്ര രൂപയാന്ന് കാണുക. അതാണ് നമ്മൾ പ്രസന്റ് വാല്യൂ ഓഫ് ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത്. അത് രണ്ട് തരത്തിലാണ് കാണുന്നത്. നമുക്ക് ഡിസ്കൗണ്ട്, ഡിവിഡൻഡ് ഡിസ്കൗണ്ട് മോഡൽ കാണില്ലേ, അത് തന്നെ എവിടെയും പറയുന്നത്. സോ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ രണ്ട് സ്റ്റേജ് ആണ് മെയിൻ ആയിട്ടുള്ളത്. അതായത് ഒരു പെർട്ടിക്കുലർ ഡേറ്റ് വരെ ഇതിന് ഗ്രോത്ത് ഉണ്ടാവും. ഒരു പെർട്ടിക്കുലർ ഡേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻഫിനിറ്റ് ആയിരിക്കും. അതായത് വലിയ ചേഞ്ചസ് ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, അങ്ങനെ രണ്ട് സ്റ്റേജ് ആണ്. എന്ത് കാര്യമാണെങ്കിലും തുടക്കത്തിൽ ഒരു ഗ്രോത്ത് ഉണ്ടാവും, പിന്നീട് ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ ഇൻഫിനിറ്റ് ആയിരിക്കും. സോ അത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഇവിടെ തന്നിരിക്കുന്നത് അതായത് നമ്മൾ മറ്റത് കാണുന്നത് പോലെ തന്നെ, അതായത് ഡിവിഡൻഡ് ഗ്രോത്ത് മോഡലിനെ പോലെ തന്നെ, പക്ഷെ ഇവിടെ പറയുന്നത് ക്യാഷ് ഫ്ലോ ആണെന്ന് മാത്രം. ഇവിടെ എക്സ്പെക്ടഡ് ഫ്രീ ക്യാഷ് ഫ്ലോ ഫോർ ദ നെക്സ്റ്റ് ഇയർ ഡിവൈഡഡ് ബൈ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ മൈനസ് എക്സ്പെക്ടഡ് ഗ്രോത്ത് റേറ്റ്. ഇതാണ് ഇതിന്റെ ഇക്വേഷൻ പറയുന്നത്. ഇനി ഇവിടെ എക്സ്പെക്ടഡ് ഗ്രോത്ത് റേറ്റ് എന്ന് വെച്ചാൽ എക്സ്പെക്ടഡ് ഗ്രോത്ത് റേറ്റ് എങ്ങനെ കണ്ടുപിടിക്കാന്നാ പറയുന്നത്. എക്സ്പെക്ടഡ് ഗ്രോത്ത് റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പനി ഒരു സ്റ്റേജ് വരെ എത്രയാണ് ഗ്രോത്ത് വരാൻ സാധ്യത എന്ന്. സോ അത് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് വേണ്ടത് എക്സ്പെക്ടഡ് റേറ്റ് ഓഫ് റീഇൻവെസ്റ്റ്മെന്റ് ഓഫ് ഏർണിങ്സ് ഇൻറ്റു അതായത് എക്സ്പെക്ടഡ് റേറ്റ് ഓഫ് റീഇൻവെസ്റ്റ്മെന്റ് ഓഫ് ഏർണിങ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് റീറ്റെയിൻഡ് ഏർണിങ്സിനെയാണ്. അതായത് റീറ്റെയിൻഡ് ഏർണിങ്സിന്റെ പെർസെന്റേജ് ഇൻറ്റു നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തതിന് എത്ര റിട്ടേൺ കിട്ടാൻ സാധ്യതയുണ്ട്, എക്സ്പെക്ടഡ് റേറ്റ് ഓഫ് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ ഇൻവെസ്റ്റഡ്. ഓക്കെ, അതായത് എക്സ്പെക്ടഡ് റേറ്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഓഫ് ഏർണിങ്സ് ഇൻറ്റു എക്സ്പെക്ടഡ് റേറ്റ് ഓഫ് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ ഇൻവെസ്റ്റഡ് ആണ് നമുക്ക് നമ്മുടെ ക്യാഷ് ഫ്ലോയുടെ എക്സ്പെക്ടഡ് ഗ്രോത്ത് എത്രയുണ്ടെന്ന് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, മനസ്സിലായോ? അതായത് ഇവിടെ ഇക്വേഷൻ തന്നെ പറയുന്നേ. ഇവിടെ നിങ്ങളിത് വായിക്കുവാണെങ്കിലും പ്രത്യേകിച്ച് ഒരു കാര്യവും പറയുന്നില്ല, ഇക്വേഷൻ തന്നെയാണ്. ഫസ്റ്റ് ഇത് കാൽക്കുലേറ്റ് ചെയ്യണം, അത് കഴിഞ്ഞ് ഇത് കാൽക്കുലേറ്റ് ചെയ്യണം, അങ്ങനെ തന്നെയാണ് പറയുന്നത്. മനസ്സിലായോ? അതായത് ഇതാണ് ഇക്വേഷൻ. എക്സ്പെക്ടഡ് ഫ്രീ ക്യാഷ് ഫ്ലോ ഫോർ ദ നെക്സ്റ്റ് ഇയർ മൈനസ് ഡിവൈഡഡ് ബൈ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ മൈനസ് എക്സ്പെക്ടഡ് ഗ്രോത്ത് റേറ്റ്. ഇതിൽ നമുക്ക് എക്സ്പെക്ടഡ് ഫ്രീ ക്യാഷ് ഫ്ലോ എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് അറിയാം, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് അറിയാം. പിന്നെ വരുന്നത് എക്സ്പെക്ടഡ് ഗ്രോത്ത് റേറ്റ് ആണ്. അതെങ്ങനെ കണ്ടുപിടിക്കുന്നത്? അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാല് എക്സ്പെക്ടഡ് റേറ്റ് ഓഫ് റീഇൻവെസ്റ്റ്മെന്റ് ഓഫ് ഏർണിങ്സ്. എക്സ്പെക്ടഡ് റേറ്റ് ഓഫ് റീഇൻവെസ്റ്റ്മെന്റ് ഓഫ് ഏർണിങ്സ് എന്ന് പറഞ്ഞാല് നമ്മുടെ റീറ്റെയിൻഡ് ഏർണിങ്സിന്റെ പെർസെന്റേജ് ആണ് ചോദിക്കുന്നത്. അതായത് എക്സ്പെക്ടഡ് റേറ്റ് ഓഫ് റീഇൻവെസ്റ്റ്മെന്റ് ഓഫ് ഏർണിങ്സ്, നമ്മൾ ഏർണിങ്സിൽ എത്രയാണ് നമ്മൾ റീഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്, അതിന്റെ റേറ്റ് എത്രയാണ്. ദാറ്റ് മീൻസ് റീറ്റെയിൻഡ് ഏർണിങ്സ്. റീഇൻവെസ്റ്റ് ചെയ്യുന്ന ഏതാ? റീറ്റെയിൻഡ് ഏർണിങ്സ് അല്ലേ നമ്മൾ റീഇൻവെസ്റ്റ് ചെയ്യുന്നത്. സോ റീറ്റെയിൻഡ് ഏർണിങ്സിന്റെ പെർസെന്റേജ്, അതാണ് റേറ്റ് ഓഫ് റീഇൻവെസ്റ്റ്മെന്റ് ഓഫ് ഏർണിങ്സ് പറയുന്നത്. ഇൻറ്റു നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത ക്യാപിറ്റലിൽ നിന്ന് നമുക്ക് എത്ര റിട്ടേൺ കിട്ടും, എക്സ്പെക്ടഡ് റേറ്റ് ഓഫ് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ ഇൻവെസ്റ്റഡ്. ഇത് ചെയ്താലാണ് നമുക്ക് നമ്മുടെ ഗ്രോത്ത് റേറ്റ് എത്രയാണ് കിട്ടുന്നത്. സോ എങ്ങനെയാണ് നമ്മൾ റേറ്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഓഫ് ഏർണിങ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. നമുക്ക് ഡിവിഡൻഡ് പേ ഔട്ട് രണ്ട് ഇതാണുള്ളത്. ഒന്ന് ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ തന്നു എന്ന് വിചാരിക്കാം. ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ തന്നാൽ എങ്ങനെയാ നമ്മൾ റീറ്റെയിൻ ഏർണിങ്സിന്റെ റേഷ്യോ കണ്ടുപിടിക്കുന്നത്? എങ്ങനെയാണ് റീറ്റെയിൻഡ് ഏർണിങ്സ്, അതായത് ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ തന്നാൽ നമുക്ക് എങ്ങനെയാണ് റീറ്റെയിൻഡ് ഏർണിങ്സിന്റെ റേഷ്യോ കണ്ടുപിടിക്കാൻ പറ്റുന്നത്? യെസ്, അതായത് നമുക്കറിയാം നമ്മുടെ ടോട്ടൽ EBIT അല്ലെങ്കിൽ നമുക്ക് ടോട്ടല് കിട്ടുന്ന പ്രോഫിറ്റിന്റെ ടോട്ടൽ എല്ലാം കഴിഞ്ഞ് ബാക്കി വരുന്ന പ്രോഫിറ്റ്, അതായത് ഡിവിഡൻഡ് കൊടുക്കുന്നതിന് മുന്നേ കേട്ടോ, ഇൻട്രസ്റ്റും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കൊടുത്തു കഴിഞ്ഞ് ബാക്കി വരുന്ന പ്രോഫിറ്റ്,
നമ്മൾ രണ്ട് കാര്യത്തിനാണ് യൂസ് ചെയ്യുന്നത്. ഒന്നെങ്കിൽ അത് ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കും, അല്ലെങ്കിൽ റീറ്റെയിൻ ഏണിങ്സ് ആയിട്ട് കൊടുക്കും. സോ ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏണിങ്സ് നമ്മൾ എത്ര ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കുന്നു. സോ ഡിവിഡൻഡ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞ് ബാക്കിയുള്ളത് നമ്മൾ റീറ്റെയിൻ ആയിട്ട് വെക്കുമായിരിക്കില്ലേ ചെയ്യുന്നത്. സോ 1 മൈനസ് ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ ചെയ്താൽ നമുക്ക് എത്ര റീറ്റെയിൻഡ് ഏണിങ്സ് റേഷ്യോ എന്ന് കിട്ടും. മനസ്സിലായോ? അതാണ് ഒരു വേ. അതാണ് ഒരു വേ. ഇനി രണ്ടാമത്തെ വേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ തന്നിട്ടില്ല, പക്ഷെ നമുക്ക് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചേഴ്സ്, ഡിപ്രീസിയേഷൻ, പിന്നെ നോൺ ക്യാഷ് വർക്കിംഗ് ക്യാപിറ്റലിന്റെ ചേഞ്ച് ഒക്കെ തരുവാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഫോർമുല റീഇൻവെസ്റ്റ്മെന്റ് റേറ്റ് ഈക്വൽ ടു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ മൈനസ് ഡിപ്രീസിയേഷൻ പ്ലസ് ഓർ മൈനസ് നോൺ ക്യാഷ് വർക്കിംഗ് ക്യാപിറ്റൽ. നമ്മൾ പറഞ്ഞു നോൺ ക്യാഷ് വർക്കിംഗ് ക്യാപിറ്റൽ കൂടുവാണെങ്കിൽ നമ്മൾ മൈനസ് ചെയ്യും, കുറയുവാണെങ്കിൽ നമ്മൾ ആഡ് ചെയ്യും. ഡിവൈഡഡ് ബൈ earnings before interest and tax into 1 minus tax rate. That means earnings before interest after tax. Okay? ഇതാണ്. ഇനി റിട്ടേൺ, അത് റേറ്റ് ഓഫ് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ ഇൻവെസ്റ്റഡ് എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? റേറ്റ് ഓഫ് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ ഇൻവെസ്റ്റഡ് എന്ന് പറഞ്ഞാല് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത ക്യാപിറ്റലിൽ നമുക്ക് എത്ര റിട്ടേൺ കിട്ടുന്നു അത് കാണാനുള്ള ഇക്വേഷൻ EBIT. ഇവിടെ നമുക്ക് ആഫ്റ്റർ ടാക്സ് ആണ് വേണ്ടതുകൊണ്ടാണ് ഇങ്ങനെ എടുക്കുന്നത് കേട്ടോ. EBIT into 1 minus tax rate after tax before interest divided by total capital invested. ഓക്കെ, സോ നമുക്ക് ഈ രണ്ട് ഇക്വേഷൻ നോക്കുവാണെങ്കിൽ നമുക്ക് എക്സ്പെക്ടഡ് ഗ്രോത്ത് റേറ്റിന് ഒരു ഇക്വേഷൻ ആയിട്ട് എടുക്കാൻ പറ്റില്ലേ? നോക്കിക്കേ, പറ്റില്ലേ? അതായത് നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് എക്സ്പെക്ടഡ് ഗ്രോത്ത് റേറ്റ് കാണാനുള്ള ഇക്വേഷൻ റീഇൻവെസ്റ്റ്മെന്റ് റേറ്റ് ഇൻറ്റു റിട്ടേൺ ഓൺ ക്യാപിറ്റൽ ഇൻവെസ്റ്റഡ് ആണ്, ഇൻറ്റു ആണ്. സോ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ മൈനസ് ഡിപ്രീസിയേഷൻ പ്ലസ് ഓർ മൈനസ് നോൺ ക്യാഷ് വർക്കിംഗ് ക്യാപിറ്റൽ ഡിവൈഡഡ് ബൈ EBIT ഇൻറ്റു 1 മൈനസ് ടാക്സ് റേറ്റ് ഇൻറ്റു EBIT 1 മൈനസ് ടാക്സ് റേറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റഡ്. ഇതാണ് ഇക്വേഷൻ വരുന്നത്. നമ്മൾ നോക്കുവാണെങ്കിൽ ഒരിടത്ത് EBIT ഡിവൈഡ് ചെയ്യുന്നു, ന്യൂമറേറ്റർ ആയിട്ട് വരുന്നു, മറ്റൊരു ഡിനോമിനേറ്റർ ആയിട്ട് വരുന്നു. സോ നമുക്കത് കട്ട് ചെയ്യാൻ പറ്റില്ലേ? പറ്റില്ലേ? സോ എന്തായിരിക്കും ഇക്വേഷൻ വരുന്നത്? ഗ്രോത്ത് റേറ്റ് കണ്ടുപിടിക്കാനുള്ള സിമ്പിൾ ആയിട്ടുള്ള ഇക്വേഷൻ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ മൈനസ് ഡിപ്രീസിയേഷൻ പ്ലസ് ഓർ മൈനസ് നോൺ ക്യാഷ് വർക്കിംഗ് ക്യാപിറ്റൽ. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ, ഇതാണ് ഇതേ ഇക്വേഷൻ തന്നെയാണ് പിന്നെയും പറയുന്നത്. ഇനി വരുന്നത് ഇതൊന്നും ശരിക്കും പ്രോബ്ലം ഒന്നും ഇതുവരെ വന്ന് കണ്ടിട്ടില്ല. നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്തപ്പോഴാണെങ്കിൽ ഇതിനെ സംബന്ധിച്ച് പ്രോബ്ലംസ് ഒന്നും വന്നിട്ടില്ലല്ലോ. ഓക്കെ, അഡ്രസ്സിംഗ് റിസ്ക് ഇൻ ബിസിനസ് വാല്യുവേഷൻ. അതായത് നമ്മൾ ബിസിനസിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ റിസ്കും കൂടെ കൂട്ടണം എന്നാണ് പറയുന്നത്. റിസ്കും കൂടെ കൺസിഡർ ചെയ്യണം. ഓക്കെ, സോ ഇവിടെ പറയുന്നത് നമ്മളൊരു റിസ്കി, അതായത് നമ്മുടെ ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത് റിസ്ക് കൂടിയതാണ് അല്ലെങ്കിൽ അൺസർട്ടൈൻ ആണ്, നമുക്ക് ഉറപ്പ് പറയാൻ പറ്റാത്തതാണെന്ന് വിചാരിക്കുക. ഓക്കെ, അതായത് നമുക്ക് ഫ്യൂച്ചറിൽ കിട്ടാൻ പോകുന്ന ക്യാഷ് ഫ്ലോ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല, ഇത്രയും തന്നെ കിട്ടുമോ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല, ഒരു അൺസർട്ടൈൻ ആണ്. അൺസർട്ടൈൻ ആണെങ്കിൽ ദാറ്റ് മീൻസ് റിസ്ക് കൂടുതലാണ്. റിസ്ക് കൂടുതലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാല് നമ്മൾ അതിന്റെ പ്രസന്റ് വാല്യൂ കാണുന്ന ഡിസ്കൗണ്ട് റേറ്റ് ഉപയോഗിച്ചല്ലേ, അത് നിങ്ങൾക്ക് അറിയില്ലേ? പ്രസന്റ് വാല്യൂ അതായത് ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോയുടെ പ്രസന്റ് വാല്യൂ കാണുന്ന ഡിസ്കൗണ്ട് റേറ്റ് ഉപയോഗിച്ചാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? അൺസർട്ടൈൻ ആണ്, അതായത് റിസ്ക് കൂടുതലാണ്. റിസ്ക് കൂടുതലാണെങ്കിൽ എന്തായാലും റിസ്ക് കൂടുതലുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഓക്കെ,
അതുകൊണ്ട് ഈ വാങ്ങുന്ന ആൾക്കാർ കൂടുതൽ പൈസ കൊടുക്കുമോ അതോ കുറച്ച് പൈസ കൊടുക്കുമോ? ഒരു റിസ്ക് കൂടിയ കമ്പനീനെ നമ്മൾ വാങ്ങാൻ പോവുകയാണെങ്കിൽ നമ്മളിതിന് കുറച്ച് പൈസ ആയിരിക്കോ കൊടുക്കുന്നത്, കൂടുതൽ പൈസ ആയിരിക്കോ കൊടുക്കുന്നത്? എന്താ റിപ്ലൈ തരാത്തെ? എങ്ങനെയായിരിക്കും? അതായത് കമ്പനിയുടെ ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോനെ കുറിച്ച് ഒരു ഇല്ലാത്തപ്പോ നമ്മൾ കുറഞ്ഞ വാല്യൂ അല്ലേ കൊടുക്കുള്ളൂ. ആ അപ്പൊ എന്താന്ന് വെച്ചാല് അപ്പൊ ഇവിടെ എന്ത് ചെയ്യും? ഇവര് പ്രസന്റ് വാല്യൂ കാണാൻ വേണ്ടി കൂടിയ ഡിസ്കൗണ്ട് റേറ്റ് എടുക്കും. ഓക്കെ, കൂടിയ ഡിസ്കൗണ്ട് റേറ്റ് എടുക്കും, ഹയർ ഡിസ്കൗണ്ട് റേറ്റ് എടുക്കും. ഡിസ്കൗണ്ട് റേറ്റ് കൂടിയാല് പ്രസന്റ് വാല്യൂ എങ്ങനെയായിരിക്കും? കുറവായിരിക്കും. ഇത് നിങ്ങൾ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് പഠിച്ച കാര്യങ്ങളല്ലേ? ആ ഡിസ്കൗണ്ട് റേറ്റ് കൂടുന്നതിനനുസരിച്ച് പ്രസന്റ് വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കും. സോ നമ്മൾക്ക് റിസ്ക് കൂടുതലാണ്, ഫ്യൂച്ചറിലെ കാര്യം കറക്റ്റായി അറിയില്ലെങ്കിൽ എന്ത് ചെയ്യും എന്ന് വെച്ചാല് PV ഫാക്ടർ, അതായത് പ്രസന്റ് വാല്യൂ, ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോയുടെ പ്രസന്റ് വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ ഇൻക്രീസ് ദ ഡിസ്കൗണ്ട് റേറ്റ്, കൂടിയ ഡിസ്കൗണ്ട് റേറ്റിലായിരിക്കും അത് ഡിസ്കൗണ്ട് ചെയ്യുന്നത്. ഇനി നേരെ തിരിച്ച് ലെസ് റിസ്കി ഇൻവെസ്റ്റ്മെന്റ് ആണ് എങ്കിൽ കമ്പനി എന്ത് ചെയ്യും? ലോവർ ഡിസ്കൗണ്ട് റേറ്റ് എടുക്കും പ്രസന്റ് വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ. കാരണം ലോവർ ഡിസ്കൗണ്ട് റേറ്റ് ആണെങ്കിൽ പ്രസന്റ് വാല്യൂ ഹൈ ആയിരിക്കും. സോ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് നമുക്ക് അക്സെപ്റ്റബിൾ ആയിരിക്കും. ശരിയല്ലേ? അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, സോ ഇവിടെ തന്നെയാ നോട്ടി പറയുന്നത് തന്നെയാ. ഹയർ ഡിസ്കൗണ്ട് റേറ്റ് ആണെങ്കിൽ റിസൾട്ട് ലോവർ പ്രസന്റ് വാല്യൂ ആയിരിക്കും. ലോവർ ഡിസ്കൗണ്ട് റേറ്റ് ആണെങ്കിൽ റിസൾട്ട് ഹയർ പ്രസന്റ് വാല്യൂ ആയിരിക്കും. സെൻസിറ്റിവിറ്റി അനാലിസിസ് ഇൻ ബിസിനസ് വാല്യുവേഷൻ. എന്താ സെൻസിറ്റിവിറ്റി അനാലിസിസ്? സെൻസിറ്റിവിറ്റി അനാലിസിസ് വാട്ട് ഇഫ് അനാലിസിസ് ആണ്. ഓക്കെ, അതായത് സെൻസിറ്റിവിറ്റി അനാലിസിസ് നമ്മൾ യൂസ് ചെയ്യുന്നത് എപ്പോഴാ? ഡിസിഷൻ മേക്കിങ്ങിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സെൻസിറ്റിവിറ്റി അനാലിസിസ് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാല് നമ്മൾ ഒരു അസംഷൻ എടുക്കും. നമുക്ക് അസംഷൻസ് ഉണ്ടാവുമല്ലോ, ആ അസംഷൻസിൽ ഒരെണ്ണത്തിന്റെ വാല്യൂല് ചേഞ്ച് വന്നാൽ അല്ലെങ്കിൽ ഒരു അസംഷനിൽ ചേഞ്ച് വന്നാൽ എന്താണ് ടോട്ടൽ റിസൾട്ടിന്റെ അല്ലെങ്കിൽ ടോട്ടൽ എന്താ പറയാ നമുക്ക് കിട്ടുന്നത്, നമ്മുടെ ടോട്ടൽ ഇതിനെ എങ്ങനെയാണ് അത് അഫക്ട് ചെയ്യുന്നത് കണ്ടുപിടിക്കുക. അതാണ് സെൻസിറ്റിവിറ്റി അനാലിസിസ് ചെയ്യുന്നത്. അതായത് ഇപ്പോ ഗ്രോത്ത് ആണെങ്കിൽ ഒരു ഗ്രോത്ത് റേറ്റിൽ ഇത്ര ചേഞ്ച് വന്നാൽ നമുക്ക് കിട്ടുന്ന ക്യാഷ് ഫ്ലോയിൽ എത്ര ചേഞ്ച് വരും. അങ്ങനെ ഒരു അസംഷനിൽ ചേഞ്ച് വന്നാല് ഈ റിസൾട്ടിൽ എത്ര ചേഞ്ച് വരുന്നു എന്ന് നോക്കുന്നതാണ് സെൻസിറ്റിവിറ്റി അനാലിസിസ്. സോ സെൻസിറ്റിവിറ്റി അനാലിസിസ് നമ്മൾ യൂസ് ചെയ്യുന്നത് റിസ്കി ആയുള്ള എൻവയോൺമെന്റിൽ ഗ്രോത്ത് ഒക്കെ എത്ര ചേഞ്ച് വന്നാൽ എന്താണ് സംഭവിക്കുന്നത് അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. ഓക്കെ, അതായത് ഒരു ഫാക്ടറിൽ ഒരു അസംഷനിൽ ചേഞ്ച് വന്നാൽ അത് റിസൾട്ടിൽ എത്ര ചേഞ്ച് വരുത്തും എന്ന് കാണാൻ വേണ്ടിയാണ്. ക്ലിയർ ആണോ സെൻസിറ്റിവിറ്റി അനാലിസിസ്? ഇനി പറയുന്നത് ഇൻകം ടാക്സ്. ഇൻകം ടാക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് അതായത് നമ്മൾ പ്രീവിയസ് ഇയറിലെ നമ്മുടെ പ്രോഫിറ്റിന്റെ ടാക്സ് വരുന്നത് കറണ്ട് ഇയറിലായിരിക്കും, പേ ചെയ്യേണ്ടി വരുന്നത് കറണ്ട് ഇയറിലായിരിക്കും. സോ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാല് നമ്മുടെ കമ്പനിയുടെ പ്രീവിയസ് ടാക്സ് റിട്ടേൺസ് നോക്കുക. ഓക്കെ, അതും കൂടെ കൺസിഡർ ചെയ്യണം. അതായത് പ്രീവിയസിൽ ടാക്സബിൾ ഇൻകം കുറവാണെങ്കിൽ കറണ്ട് ഇയറിൽ വരുന്ന ടാക്സ് കുറവായിരിക്കും. ടാക്സ് കുറവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഏണിങ്സ് കൂട്ടും, ശരിയല്ലേ? അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ക്യാഷ് ഫ്ലോ കൂട്ടും. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ബിസിനസ് വാല്യൂ ചെയ്യുമ്പോൾ, ബിസിനസിന്റെ വാല്യൂ കൺസിഡർ ചെയ്യുമ്പോൾ
എന്ത് ചെയ്യണം? ടാക്സ് ഫാക്ടേഴ്സും കൂടെ കൺസിഡർ ചെയ്യണം. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ, ഇത്രയാണ് ഇതിനി പറയുന്നത് അതിന്റെ ടോട്ടൽ ആയിട്ടുള്ള അതായത് ടാക്സ് എന്ന് പറയുന്നത് നമുക്കറിയാം, ടാക്സ് ബെനഫിറ്റും ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് ടാക്സ് ബെനിഫിറ്റ് ആയിട്ട് കിട്ടുന്ന സാഹചര്യങ്ങളുണ്ട്, നമുക്ക് ടാക്സ് ലയബിലിറ്റി ആയിട്ട് വരുന്ന സാഹചര്യങ്ങളും ഉണ്ട്. ശരിയല്ലേ? അതായത് ഇപ്പൊ ലാസ്റ്റ് ഇയറില് നമുക്ക് ലോസ് ആയിരുന്നു എന്ന് വിചാരിക്കാം. ലാസ്റ്റ് ഇയർ ലോസ് ആണെങ്കിൽ ആ ഇയറിൽ നമുക്ക് ടാക്സ് ഇല്ല. അതായത് ആ ഇയറിൽ നമുക്ക് ടാക്സ് അടയ്ക്കണ്ട. അപ്പം ലാസ്റ്റ് ഇയറിലെ ടാക്സ് നമ്മൾ അടയ്ക്കുന്ന കറണ്ട് ഇയറിലായിരിക്കില്ലേ പേയ്മെന്റ്. സോ അത്രയും, അപ്പം ടാക്സ് കഴിഞ്ഞ പ്രാവശ്യം ടാക്സബിൾ ഇൻകം ഇല്ല, അല്ലെങ്കിൽ ടാക്സബിൾ ഇൻകം കുറവാണ്. സോ നമുക്ക് ഈ വർഷം വരുന്ന ടാക്സ് ലയബിലിറ്റി കുറവായിരിക്കും. ദാറ്റ് മീൻസ് നമ്മുടെ ക്യാഷ് ഫ്ലോ കൂടും. മനസ്സിലായോ? സോ നമ്മൾ ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോസ് ആയിരിക്കുമല്ലോ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രീവിയസ് ഇയറിലെ ഇൻകം ടാക്സും കൂടെ കൺസിഡർ ചെയ്യണം. അതായത് ഇൻകം ടാക്സ് ബെനിഫിറ്റ്സ് ഒക്കെ വരുന്നുണ്ടോ, അല്ലെങ്കിൽ കാരണം കഴിഞ്ഞ വർഷം ലോസ് ആണ് അല്ലെങ്കിൽ ടാക്സബിൾ ഇൻകം കുറവാണെങ്കിൽ അത്രയും ലോ ടാക്സ് വരുള്ളൂ. അപ്പൊ ഈ ഇയറിൽ നമുക്ക് അത്രയും കൂടെ ക്യാഷ് ഫ്ലോ കൂടുതൽ കിട്ടും. അതുകൊണ്ട് തന്നെ കമ്പനി വാല്യൂ ചെയ്യുമ്പോൾ നമ്മൾ ടാക്സ് ഫാക്ടേഴ്സും കൂടെ കൺസിഡർ ചെയ്യണം. ഓക്കെ ആണല്ലോ? ഇതാണ് മെയിൻ ആയിട്ട് എന്താ മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. മാർജിനൽ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? അഡീഷണൽ അല്ലെ? സോ മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കമ്പനിക്ക് പുതിയ ക്യാപിറ്റൽ വേണം. അതായത് എക്സിസ്റ്റിംഗ് അല്ല, പുതിയ ക്യാപിറ്റൽ വേണം, അല്ലെങ്കിൽ അഡീഷണൽ ക്യാപിറ്റൽ ഇഷ്യൂ ചെയ്യണം. അപ്പം അതിന് വരുന്ന കോസ്റ്റ് എത്രയാണ്? അതിനെയാണ് നമ്മൾ മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ന്യൂ കോസ്റ്റ് ഫോർ ന്യൂ ക്യാപിറ്റൽ. അതായത് പുതിയതായിട്ട് ഒരു കമ്പനി പുതിയതായിട്ട്, അതായത് ഓൾറെഡി അവരുടെ ക്യാഷ് ഉണ്ട്, അവർക്ക് അഡീഷണൽ ആയിട്ട് ക്യാഷ് വേണം. സോ അവർ അഡീഷണൽ ആയിട്ട് ഇഷ്യൂ ചെയ്യുവാണ്. സോ ആ അഡീഷണൽ ആയിട്ട് ഇഷ്യൂ ചെയ്യുന്നതിന് വരുന്ന കോസ്റ്റ്, അതിനെയാണ് മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, സോ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് വെച്ചാൽ എന്താ? ഇപ്പൊ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് വെച്ചാൽ എന്താ? വെയ്റ്റഡ് ആവറേജ് ഓഫ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറന്റ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എത്രയാണ്, അതായത് നമ്മുടെ എക്സിസ്റ്റിംഗ് സെക്യൂരിറ്റീസ് ഒക്കെ കൺസിഡർ ചെയ്തിട്ടുള്ള എക്സിസ്റ്റിംഗ് സെക്യൂരിറ്റീസിന്റെ ഒക്കെ കോസ്റ്റ് കൂട്ടി, അതായത് വെയിറ്റ് എടുത്തിട്ട് വെയിറ്റും കോസ്റ്റും കൂടെ ഇൻറ്റു ചെയ്ത് വരുന്ന ടോട്ടൽ ആണ് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ നമ്മൾ അഡീഷണൽ ആയിട്ട് ഇഷ്യൂ ചെയ്യുന്ന, അത് എക്സിസ്റ്റിംഗ് അല്ല, അഡീഷണൽ ആയിട്ട് ഇഷ്യൂ ചെയ്യുന്നതിന്റെ മാത്രം കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആണ് മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. അപ്പൊ നമുക്കറിയാം ഒരു കമ്പനി എപ്പോഴും ഫസ്റ്റ് എങ്ങനെയായിരിക്കും ഫിനാൻസ് ചെയ്യുന്നത്? ഏറ്റവും ചീപ്പസ്റ്റ് സോഴ്സസ് ആയിരിക്കും അല്ലെ ഫിനാൻസ് ചെയ്യുന്നത്. അതായത് ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറയ്ക്കാനല്ലേ നോക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഏതാണോ ഏറ്റവും ചീപ്പസ്റ്റ് സോഴ്സ് അവിടെ നിന്നായിരിക്കും കമ്പനി ഫിനാൻസ് ചെയ്യുന്നത്. പക്ഷേ വൺസ് ഒരു കമ്പനി ഫിനാൻസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് വരും തോറും പിന്നീട് കമ്പനി ഇഷ്യൂ ചെയ്യും തോറും വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കൂടുകയല്ലേ ചെയ്യുന്നത്. അതായത് ആദ്യം ഒരു 500 ഷെയർ ഇഷ്യൂ ചെയ്തു കമ്പനി, ഒരു 10 മാസം കഴിഞ്ഞ് അടുത്ത ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ അതിന് കോസ്റ്റ് കൂടുതലായിരിക്കില്ലേന്ന്? കൂടുതലായിരിക്കില്ലേ? കാരണം എന്താ? ഇപ്പം ആദ്യം ഒരാള് ഷെയർ വാങ്ങിന്ന് വിചാരിക്കും, കമ്പനിയുടെ 500 ഷെയർ വാങ്ങിന്ന് വിചാരിക്കാം. അപ്പൊ ഒരു
എന്താ പറയാ അപ്പൊ കൊടുക്കുന്ന റിട്ടേൺ, അതായത് കമ്പനിക്ക് അത് കോസ്റ്റ് ആണ്, ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്ക് അത് റിട്ടേൺ ആണ് അല്ലെ. അത് കഴിഞ്ഞ് ഒരു 10 മാസം കഴിഞ്ഞ് കമ്പനി പിന്നെ ഷെയർ ഇഷ്യൂ ചെയ്യുവാണ്, അപ്പം അല്ലെങ്കിൽ ഡെപ്റ്റ് ഇഷ്യൂ ചെയ്യുവാണ്. അങ്ങനെ ഡെപ്റ്റ് ഒക്കെ ഇഷ്യൂ ചെയ്യുമ്പോൾ ആ ഇൻവെസ്റ്റേഴ്സിന് കൂടുതൽ റിട്ടേൺ കൊടുക്കണം. കാരണം കമ്പനിക്ക് ഓൾറെഡി ഇത്രയും ഡെപ്റ്റ് ഉണ്ട്, അല്ലെ ഇത്രയും ബാധ്യതകൾ ഉണ്ട്. അത് കൂടാതെ അഡീഷണൽ ആയിട്ട് പിന്നെ ഇൻവെസ്റ്റ് ചെയ്യും. അപ്പൊ പിന്നെയും ഇഷ്യൂ ചെയ്യും. അപ്പം പിന്നെ ഇൻവെസ്റ്റ് ചെയ്യാൻ വരുന്നവരെ സംബന്ധിച്ച്, ഓരോ പ്രാവശ്യം അഡീഷണൽ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ വരുന്നവരെ സംബന്ധിച്ച് റിസ്ക് കൂടി വരും. കമ്പനിയുടെ റിസ്ക് കൂടി വരുമല്ലേ. കമ്പനി പുറത്തുനിന്ന് ഫിനാൻസ് ചെയ്യും തോറും കമ്പനിയുടെ റിസ്ക് ഓരോ ടൈമും കൂടി വരും. അപ്പം ഓരോ തവണ ഇഷ്യൂ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഡെപ്റ്റോ അല്ലെങ്കിൽ എന്ത് ഉപയോഗിച്ചാണെങ്കിലും അഡീഷണൽ ക്യാപിറ്റൽസ് വാങ്ങിക്കൊണ്ടിരിക്കും തോറും കമ്പനിയുടെ ലയബിലിറ്റീസും കൂടി വരുക. അതുകൊണ്ട് തന്നെ പിന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ കൂടുതൽ റിട്ടേൺ ചോദിക്കും. കാരണം കമ്പനിയുടെ റിസ്ക് കൂടി വരും. അതുകൊണ്ട് തന്നെ റിട്ടേൺ കൂടുതൽ ചോദിക്കും. ദാറ്റ് മീൻസ് കമ്പനിയുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കൂടിക്കൊണ്ടിരിക്കും. ക്ലിയർ ആയോ? അതാണ് മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എപ്പോഴും ഇൻക്രീസ് ചെയ്യും എന്ന് പറയുന്നത്. കാരണം ഓരോ തവണ അഡീഷണൽ ഇഷ്യൂ ചെയ്യും തോറും നമ്മുടെ കോസ്റ്റ് കൂടി വരും. ഓക്കെ, അതാണ് മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇനി വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും വെയ്റ്റഡ് ആവറേജ് മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും തമ്മിലുള്ള വ്യത്യാസം. അതായത് നമ്മൾ പറഞ്ഞു വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്പനിയുടെ ഇപ്പോ ഉള്ള കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, കറന്റ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെയാണ് നമ്മൾ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇനി മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് വെച്ചാൽ എന്താ? അഡീഷണൽ ആയിട്ട് നമ്മൾ ഇഷ്യൂ ചെയ്യാൻ പോകുന്ന, അഡീഷണൽ ആയിട്ട് റേസ് ചെയ്യാൻ പോകുന്ന ഫിനാൻസിന്റെ വരുന്ന കോസ്റ്റ് അല്ലെ. അതുകൊണ്ട് തന്നെ മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആയിരിക്കും നമ്മുടെ ഡിസിഷൻ മേക്കിങ്ങിന് നമ്മൾ യൂസ് ചെയ്യുക അല്ലെ. മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആയിരിക്കും ഡിസിഷൻ മേക്കിംഗ്. അതായത് ഒരു ഷെയർ ഇഷ്യൂ ചെയ്യണോ അല്ലെങ്കിൽ ഏത് ഫിനാൻസ് ആണ് അഡീഷണൽ ആയിട്ട് നമ്മൾ എമൗണ്ട് റേസ് ചെയ്യുമ്പോൾ ഏത് ഫിനാൻസ് ആണ് ചൂസ് ചെയ്യേണ്ടത് എന്ന് ഡിസൈഡ് ചെയ്യുന്നത് മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിന്റെ ബേസിലായിരിക്കും. ഏതിനാണോ മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറവ് അതായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷെ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഉപയോഗിച്ച് നമുക്ക് അങ്ങനത്തെ ഡിസിഷൻസ് എടുക്കാൻ പറ്റുമോ? ഇല്ല. അത് ഓൾറെഡി നടന്ന കാര്യത്തിന്റെയാണ് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. അതുകൊണ്ട് തന്നെ ഡിസിഷൻ യൂസ് ചെയ്യാൻ പറ്റില്ല. ക്ലിയർ ആയോ? പിന്നെ പറയുന്നത് അതായത് എപ്പോഴാണോ കമ്പനിയുടെ എക്സ്പെക്റ്റഡ് റിട്ടേണിനെക്കാളും മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കൂടുന്നത്, അവിടെ വെച്ച് കമ്പനി ഫിനാൻസിങ് നിർത്തും. മനസ്സിലായോ? എപ്പോഴാണോ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ റിട്ടേൺ എക്സ്പെക്ട് ചെയ്യുന്ന റിട്ടേണേക്കാളും കൂടുന്നത് അവിടെ തൊട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യൽ നിർത്തും. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ, ഇനി ഇവിടെ പറയുന്നത് ബ്രേക്ക് പോയിന്റിനെ കുറിച്ച് പറയുന്നത്. ഈ ബ്രേക്ക് പോയിന്റിനെ കുറിച്ചാണ് പറയുന്നത്. ബ്രേക്ക് പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ബ്രേക്ക് പോയിന്റ്, ബ്രേക്ക് ഈവൻ പോയിന്റ്, ബ്രേക്ക് പോയിന്റ് എന്നൊക്കെ വെച്ചാൽ എന്താ? നമ്മുടെ കോസ്റ്റ് ഈക്വൽ ടു അതായത് നോ പ്രോഫിറ്റ് നോ ലോസ്. അപ്പം ഇവിടെ ബ്രേക്ക് പോയിന്റ് എന്ന് വെച്ച് ഉദ്ദേശിക്കുന്നത് അതായത് ഏത് പോയിന്റ് വരെ കമ്പനിക്ക് അഡീഷണൽ ക്യാപിറ്റൽ റേസ് ചെയ്യാം എന്നുള്ളതാണ് ഇവിടുത്തെ ബ്രേക്ക് പോയിന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് എവിടെയാണോ നമ്മുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും എക്സ്പെക്റ്റഡ് റേറ്റ് ഓഫ് റിട്ടേണും ഈക്വൽ ആകുന്നത് അവിടെ കൊണ്ട് നമ്മൾ നമ്മുടെ ഇൻവെസ്റ്റിംഗ് നിർത്തണം. അതിനെയാണ് ബ്രേക്ക് പോയിന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ?
അതായത് മാർജിനൽ കോസ്റ്റ് ഇൻക്രീസ് ചെയ്യാതെ, കമ്പനിക്ക് ഒരു ലോസ് ആവാതെ എവിടം വരെ കമ്പനിക്ക് അഡീഷണൽ ക്യാപിറ്റൽ റൈസ് ചെയ്യാം, അതിനെയാണ് ബ്രേക്ക് പോയിന്റ് എന്ന് പറയുന്നത്. അത് കാണാനുള്ള ഫോർമുല ലിമിറ്റ് ബൈ പ്രപ്പോർഷൻ ഓഫ് ടോട്ടൽ ക്യാപിറ്റൽ. അതായത് ഇപ്പൊ ഒരു കമ്പനിക്ക് 10 മില്യൺ ആണ് കമ്പനി ഇഷ്യൂ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഓക്കെ, 10 മില്യൺ ഇവിടെ മുന്നത്തെ ക്വസ്റ്റ്യനിലുണ്ട് കേട്ടോ പ്രപ്പോർഷൻ. 40 ആണ് പ്രപ്പോർഷൻ വരുന്നത്. മുന്നത്തെ ക്വസ്റ്റ്യൻ ബാക്കിയായിട്ട് വരുന്നുണ്ട്. 40 ആണ് പ്രപ്പോർഷൻ വരുന്നത്. സോ എത്ര വരെ ഡെപ്റ്റ് മാർജിനൽ കോസ്റ്റ് കൂടാതെ ഇഷ്യൂ ചെയ്യാൻ പറ്റും, അതാണ് നോക്കുന്നത്. സോ നമ്മൾ ആ ഇക്വേഷൻ അപ്ലൈ ചെയ്തപ്പം 25 മില്യൺ വരെ കമ്പനിയുടെ മാർജിനൽ കോസ്റ്റ് ഇൻക്രീസ് ചെയ്യാതെ നമുക്ക് അഡീഷണൽ ക്യാപിറ്റൽ റൈസ് ചെയ്യാം. ക്ലിയർ ആയോ? ഇപ്പൊ കമ്പനി 10 മില്യണേ നോക്കിയിട്ടുള്ളൂ. 25 മില്യൺ വരെ കമ്പനിക്ക് മാർജിനൽ കോസ്റ്റ് കൂടാതെ ക്യാപിറ്റൽ റൈസ് ചെയ്യാം. ഓക്കെ, 25 മില്യൺ മേളിൽ, അതായത് 30 മില്യൺ ഒക്കെ ആണെങ്കിൽ കമ്പനിയുടെ മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കൂടും, അതായത് റിട്ടേണിനെക്കാളും കൂടും. ക്ലിയർ ആയോ? ഓക്കെ, അതാണ് മാർജിൻ. ഓക്കെ, ഇത് കഴിഞ്ഞു. പോർഷൻ കഴിഞ്ഞു. ഇനി വന്നിട്ട് ഓക്കെ പുട്ട് ഓപ്ഷൻ നമ്മൾ എന്തിനാ വാങ്ങുന്നത്? പുട്ട് ഓപ്ഷൻ നമ്മൾ വാങ്ങുന്നത് സെല്ല് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പൊ പ്രൊട്ടക്റ്റീവ് പുട്ട് പർച്ചേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറൊന്നുമല്ല, നമ്മുടെ കമ്പനി അല്ലെ ഒരു ഇൻവെസ്റ്റർ ഷെയർ വാങ്ങിന്ന് വിചാരിക്കുക. ഷെയർ വാങ്ങുമ്പം ഇൻവെസ്റ്റർ എന്ത് ചെയ്യും? ഷെയർസ് വാങ്ങുന്ന കൂടെ ഇൻ കേസ്, അതായത് ഒരു പ്രൊട്ടക്ഷൻ ആയിട്ട്, ഇൻ കേസ് നമ്മുടെ എന്താ പറയാ ഷെയറിന്റെ വാല്യൂ കുറഞ്ഞാലോ എന്നോർത്ത് കൂടെ തന്നെ ഒരു പുട്ട് ഓപ്ഷനും കൂടെ വാങ്ങി വെക്കും. മനസ്സിലായോ? അതായത് ഇൻ കേസ് ഷെയറിന്റെ വാല്യൂ കുറഞ്ഞാലോ, ഒരു പ്രൊട്ടക്ഷൻ ആയിട്ട്, നമുക്ക് ലോസ് ഒരുപാട് വരരുത് എന്നുള്ള പ്രൊട്ടക്ഷൻ ആയിട്ട് എന്ത് ചെയ്യും? ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾ ഒരു പുട്ട് ഓപ്ഷനും കൂടെ വാങ്ങി വെക്കും. അതിനെയാണ് നമ്മൾ പ്രൊട്ടക്റ്റീവ് പുട്ട് പർച്ചേസ് എന്ന് പറയുന്നത്. അപ്പം പ്രൊട്ടക്റ്റീവ് പുട്ട് പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉള്ള ഒരു ഉപകാരം എന്ന് വെച്ചാല് നമുക്ക് വരാൻ പോകുന്ന ലോസ് എന്ന് പറയുന്നത് ലിമിറ്റഡ് ആയിരിക്കും. മനസ്സിലായോ? അതായത് ഇവിടെ പറയാണ്, നമ്മൾ 91 റുപ്പീസിന് ഒരു 100 ഷെയർ വാങ്ങി വെച്ചു. ഓക്കെ, നമ്മള് പുട്ട് ഓപ്ഷൻ പർച്ചേസ് ചെയ്തു. പുട്ട് ഓപ്ഷൻ പർച്ചേസ് ചെയ്തപ്പോൾ 2 ആയിരുന്നു. സോ 2 എന്ന് പറയുന്നത് നമുക്ക് എക്സ്ട്രാ വന്ന ചെലവാണ് 2. പിന്നെ 90ക്കാണ് നമ്മൾ പുട്ട് ഓപ്ഷനിൽ എഗ്രിമെന്റ് നടത്തിയത്. സോ അവിടെ 1 കൂടെ വന്നേ, 91 മേടിച്ചു, 90ക്കാണ്. സോ 1 നമുക്ക് ലോസ് വന്നു. പിന്നെ പുട്ടിന്റെ പ്രൈസ്, പുട്ട് പർച്ചേസിന്റെ പ്രൈസ് 2 കൂടെ വന്നു. അങ്ങനെ ടോട്ടൽ 3 അല്ലേ നമുക്ക് വന്നത്. സോ നമുക്ക് ഈ 100 ഷെയറിൽ വരാൻ പോകുന്ന ലോസ് എന്ന് പറയുന്നത് 3. ലിമിറ്റഡ് ലോസ് ആയിരിക്കും. 3 വരെ എന്തായാലും നമുക്ക് ലോസ് വരുള്ളൂ. പ്രൈസ് കൂടിയാലും കുറഞ്ഞാലും നമുക്ക് വരാൻ പോകുന്ന ലോസ്, അൾട്ടിമേറ്റ് ആയിട്ട് ക്യാഷ് വരാൻ പോകുന്ന ലോസ് എന്ന് പറയുന്നത് 3 മാത്രമായിരിക്കും. മനസ്സിലായോ? അതായത് നമ്മുടെ ലോസിനെ ലിമിറ്റ് ചെയ്തു നമ്മൾ. അതിനെയാണ് നമ്മൾ പ്രൊട്ടക്റ്റീവ് പുട്ട് പർച്ചേസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? അതിനാണ് നമ്മള് പ്രൊട്ടക്റ്റീവ് പുട്ട് പർച്ചേസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ അല്ലെ? ആർക്കെങ്കിലും ക്ലിയർ ആവാത്തതുണ്ടോ?
ക്ലിയർ ആയോ? ഓക്കെ. ഇനി പറയുന്നത് പ്രൊട്ടക്റ്റീവ് കോൾ പർച്ചേസ് ആണ്. കോൾ ഓപ്ഷൻ എന്തിനാ? നമ്മള് വാങ്ങാൻ വേണ്ടി. അതായത് ഒരു ഇൻവെസ്റ്റർ, ഇപ്പൊ നമ്മള് ഒരു ഇൻവെസ്റ്റർ കുറച്ച് ഷെയർ വാങ്ങിയിട്ട് എന്താ വിൽക്കണമെന്ന് വിചാരിക്കുന്ന ആളാണെന്ന് വിചാരിക്കാം. അതായത് പ്രൈസ്, അതായത് ഷെയർ ആൾക്കാരുടെ അടുത്ത് വാങ്ങി പുറത്ത് വിൽക്കണം അങ്ങനെ വിചാരിക്കുന്ന ഒരാളാണെങ്കിൽ മാർക്കറ്റിൽ പ്രൈസ് മാർക്കറ്റിൽ പ്രൈസ് കൂടാൻ ചാൻസ് ഉണ്ട് എന്ന് ഉണ്ടെന്നൊരു അസംഷൻ വരുവാണെങ്കിൽ അവർ എന്ത് ചെയ്യും? പ്രൊട്ടക്ഷൻ ആയിട്ട് ഒരു കോൾ പർച്ചേസ് ചെയ്യും. എന്താന്ന് വെച്ചാൽ നമുക്ക് ഇപ്പൊ ഏതാണോ പ്രൈസ് ആ പ്രൈസിൽ നമുക്ക് അല്ലെങ്കിൽ നമ്മൾ എഗ്രി ചെയ്യുന്ന ഒരു പ്രൈസിൽ നമുക്ക് ഷെയർ വാങ്ങാൻ പറ്റും. മാർക്കറ്റിൽ പ്രൈസ് കൂടുവാണെങ്കിൽ ഈ ഷെയർ ചെറിയ പൈസയ്ക്ക് വാങ്ങി വലിയ പ്രൈസിന് വിറ്റ് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. ഇതിനാണ് നമ്മൾ പ്രൊട്ടക്റ്റീവ് കോൾ പർച്ചേസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഓക്കെ. അതായത് നമ്മൾ വാങ്ങുമ്പോ പ്രൈസ് കുറയുന്നത്, നമ്മൾ വാങ്ങുന്നതിന്റെ പ്രൈസ് കൂടിയാലോ എന്ന് വിചാരിച്ച് നമുക്ക് ചെറിയ പ്രൈസ് കിട്ടുവാണെങ്കിൽ മാർക്കറ്റിൽ അത് ഹൈ പ്രൈസിൽ വിൽക്കാം എന്നുള്ള ചിന്തയിൽ വാങ്ങുന്നതാണ് കോൾ പർച്ചേസ്, പ്രൊട്ടക്റ്റീവ് കോൾ പർച്ചേസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ അല്ലെ? ഇനി പറയുന്നത് ഇൻട്രസ്റ്റ് റേറ്റ് ഓപ്ഷൻ ആണ്. ഓക്കെ. ഇൻട്രസ്റ്റ് റേറ്റ് ഓപ്ഷനിൽ നമ്മൾ സാധാരണ ഓപ്ഷൻ പോലെ തന്നെയാണ്. അതായത് ഇൻട്രസ്റ്റ് റേറ്റ് ഓപ്ഷന്റെ ഒരു പ്രത്യേകത എന്താ? നമുക്ക് വേണമെങ്കിൽ എക്സൈസ് ചെയ്താൽ മതി. അതായത് ഒബ്ലിഗേഷൻ ഇല്ല, റൈറ്റ് ആണ്, ഒബ്ലിഗേഷൻ അല്ല. അതായത് എക്സൈസ് ചെയ്യാം, എക്സൈസ് ചെയ്യാതിരിക്കാം. ഇൻട്രസ്റ്റ് റേറ്റ് ഓപ്ഷനും അങ്ങനെ തന്നെയാണ്, എക്സൈസ് ചെയ്യാം, എക്സൈസ് ചെയ്യാതിരിക്കാം. അപ്പൊ ഇൻട്രസ്റ്റ് റേറ്റ് ഓപ്ഷൻ മെയിൻ ആയിട്ട് രണ്ട് തരത്തിലുണ്ട്. ഒന്ന് പ്രൈസ് ബേസ്ഡ് ഓപ്ഷൻസും റേറ്റ് ബേസ്ഡ് ഓപ്ഷൻസും. ഓക്കെ. സോ പ്രൈസ് ബേസ്ഡ് ഇൻട്രസ്റ്റ് റേറ്റ് ഓപ്ഷൻ എന്ന് വെച്ചാല് അതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇൻസ്ട്രുമെന്റിന്റെ ഇൻട്രസ്റ്റിനല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, അതിന്റെ പ്രൈസിനാണ്. മനസ്സിലായോ? അതിന്റെ പ്രൈസിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. സോ നമ്മളൊരു ഈ എഗ്രിമെന്റ് ഈ ഓപ്ഷൻ സെല് ചെയ്യുകയും പർച്ചേസ് ചെയ്യുകയും ചെയ്യുന്നത് ആ പെർട്ടിക്കുലർ സെക്യൂരിറ്റിയുടെ പ്രൈസിന് വെച്ചാണ്. കോൾ ഓപ്ഷൻ അല്ലെങ്കിൽ പുട്ട് ഓപ്ഷനിൽ നമ്മൾ എന്താ പറയാ എൻറ്റർ ചെയ്യുന്നത് പ്രൈസിന്റെ ബേസിലാണ്. അതായത് ഇപ്പൊ ഒരു പ്രൈസ് അതിന്റെ ആ ഓപ്ഷൻ ആ സെക്യൂരിറ്റിയുടെ പ്രൈസ് കൂടിയാലോ കുറഞ്ഞാലോ, അതായത് നോർമൽ ഓപ്ഷന്റെ കാര്യം ഓർത്താൽ മതി. നോർമൽ ഓപ്ഷനിൽ നമ്മൾ പ്രൈസിന്റെ ബേസിലല്ലേ ഒരു ഓപ്ഷൻ എക്സൈസ് ചെയ്യുകയും എക്സൈസ് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നത്. അത് തന്നെയാണ് പ്രൈസ് ബേസ്ഡ് ഇൻട്രസ്റ്റ് റേറ്റ് ഓപ്ഷൻ. ഇനി റേറ്റ് ബേസ്ഡ് ഇൻട്രസ്റ്റ് റേറ്റ് ഓപ്ഷന്റെ ഒരു ഡിഫറൻസ് എന്താന്ന് വെച്ചാല് നമ്മൾ പ്രൈസിന്റെ ബേസിലല്ല, ഇൻട്രസ്റ്റിന്റെ ബേസിലാണ്. ഇൻട്രസ്റ്റ് റേറ്റിന്റെ ബേസിലാണ്. അതായത് ഇൻട്രസ്റ്റ് റേറ്റ് കൂടുക കുറയുക, ഇൻട്രസ്റ്റ് റേറ്റിന്റെ ബേസിലാണ് നമ്മൾ ഈ ഓപ്ഷൻ എക്സൈസ് ചെയ്യുന്നത്. മനസ്സിലായോ? അതാണ് ഇൻട്രസ്റ്റ് റേറ്റ് ഓപ്ഷനിൽ പ്രൈസ് ഓപ്ഷനും ഇതും തമ്മിലുള്ള പ്രൈസ് ഇൻട്രസ്റ്റ് റേറ്റ് ഓപ്ഷനും ഉണ്ട്, അതുപോലെ തന്നെ റേറ്റ് ബേസ്ഡ് ഇൻട്രസ്റ്റ് റേറ്റ് ഓപ്ഷനും ഉണ്ട്. ഇതാണ് ഡിഫറൻസ്. ഇനി പറയുന്നത് ഫോറിൻ കറൻസി ഡെറിവേറ്റീവ്സ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഫോറിൻ കറൻസി ഡെറിവേറ്റീവ്സ് എന്തൊക്കെയായിരുന്നു? ഫോറിൻ കറൻസി ഫോർവേഡ് കോൺട്രാക്ട് ഉണ്ട്, കറൻസി ഫ്യൂച്ചർ കോൺട്രാക്ട് ഉണ്ട്, ഫോറിൻ എക്സ്ചേഞ്ച് സ്വാപ്പ് ഉണ്ട്, കറൻസി ഓപ്ഷൻസ് ഉണ്ട്. ഇത്രയേ ഉള്ളൂ, കഴിഞ്ഞു. ഇത്രയാണ് എടുക്കാൻ പറഞ്ഞത്.